തോമസ് മാത്യു പറഞ്ഞു നമ്മുടെ ആഷ്മി അമേരിക്കയിലെ ഒരു ജംഗ്ഷനിൽ നിൽക്കുന്നത് കണ്ടു. അവിടെ ചായ കുടിക്കാൻ പോയിരുന്നല്ലേ തോമസ് മാത്യു? എൻ്റെ തോമസ് മാത്യു അദ്ദേഹം ഇപ്പോൾ ഫിലാഡൽഫിയയിലാണ് ഉള്ളത്. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഫിലാഡൽഫിയ ചാപ്റ്റർ 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് കൂടിയായ കാശ്മീർ താജ് ഇബ്രാഹിമിന് വലിയ സ്വീകരണമാണ് കൊടുത്തത്. ഒരുപാട് മലയാളി സംഘടനകളുടെ പ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് അറിയുന്നത്. ഇപ്പോൾ ഫിലാഡൽഫിയയിൽ കാശ്മീർ താജ് ഉണ്ട്. അതുപോലെ മധു കൊട്ടാരക്കരയ്ക്കൊപ്പമാണ് കാശ്മീർ താജ് ഇബ്രാഹിം ഉള്ളത്. അവർ രണ്ടുപേരും തത്സമയം ശരിയാണ്. ആഷ്മി ഗുഡ് മോർണിംഗ്. എൻ്റെ മധു ഗുഡ് മോർണിംഗ്. ആഷ്മിയെ കാണാനില്ല, പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ പ്രേക്ഷകർ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടത്. എങ്ങനെയുണ്ട് അമേരിക്ക? ഗംഭീരമാണ്. നമ്മളിങ്ങനെ അമേരിക്കൻ മലയാളികളുടെ നിറഞ്ഞ സ്നേഹമൊക്കെ അനുഭവിച്ച് രാവിലെ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ പോയിരുന്നു. അപ്പൊ നയാഗ്ര വെള്ളം നടുക്ക് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ജലഗണങ്ങൾ കൊണ്ട് പൊതിയും. അങ്ങനെ പൊതിയുന്നത് പോലെ അമേരിക്കയുടെ നാനാ കോണുകളിൽ നിന്നും അമേരിക്കൻ മലയാളികൾ നമ്മളോട് സ്നേഹം കിട്ടിയ അവിടെ കിട്ടുന്ന പോലെ എല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പൊ സന്തോഷം. അവിടെ ഈ അമേരിക്കയിലൊക്കെ നല്ല തട്ടുകട കിട്ടുമോ നമുക്ക്? ഇവിടുത്തെ നല്ല പൊറോട്ട ഒക്കെ വാങ്ങിച്ചു കഴിക്കാൻ കഴിച്ചതേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഫിലാഡൽഫിയയിൽ ഇവിടെ വന്നതിന് ശേഷം ആദ്യം മധുചേട്ടന്റെ വീട്ടിൽ പോയി നല്ല ചോറും നല്ല പുളിശ്ശേരിയും നല്ല ചീരത്തോരൻ, മീൻകറി, ഗൂർക്ക മെഴുക്കുരട്ടി, അത് പാവയ്ക്കാത്തോരൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ 3 ദിവസം ഇത് തന്നെ ഇന്നും പൊറോട്ടയും. ഇപ്പൊ അമേരിക്കൻ ഫുഡ് കഴിക്കാൻ ആഗ്രഹമുണ്ട്. അത് നാളെ കഴിക്കണം വിചാരിക്കുന്നത്. ബർഗർ വീട്ടിലെ കൂർക്ക കഴിക്കാനാണോ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി പോയത്? നല്ല മാങ്ങാ പുളിശ്ശേരി, മീൻ വറുത്തത്, കുടംപുളിയിട്ട മീൻകറി ഒക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ല ബർഗറോ സാൻഡ്വിച്ചോ കഴിക്കണം. അമേരിക്ക വരെ വന്നിട്ട് കൂർക്കായിട്ട് വന്ന് മോശമല്ല എന്തായാലും കഴിക്കണം. പിന്നൊരു സ്വകാര്യം, ഈ നമ്മുടെ ഇൻട്രോ കൊണ്ട് അമേരിക്ക പോയിട്ട് തടി കെടാവുന്ന പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഇല്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയാണ് ഇൻട്രോയുടെ ടെക്നിക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇല്ല, ഒന്നും പറയരുത്. ഇൻട്രോ ആയിട്ട് തുടരട്ടെ. അപ്പോ ഈ നമ്മുടെ ഈ സ്വീകരണം ഉണ്ടായിരുന്നു. ഇന്ത്യ പ്രസ് ക്ലബ് നോർത്ത് അമേരിക്കയുടെ ഫിലാഡൽഫിയ ചാപ്റ്ററിന്റെ സ്വീകരണം കൊണ്ട് പൊതിഞ്ഞു അവര്. ഗംഭീരമായിരുന്നു. എല്ലാവരും അത് ഉറപ്പായും ഈ അമേരിക്കൻ മലയാളികൾക്ക് നമ്മളോടുള്ള ഇഷ്ടം മാത്രമാവില്ല, പക്ഷെ നാടിനോടുള്ള അവരുടെ അടങ്ങാത്ത വെമ്പൽ, നാടിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ഹൃദയവികാരം, ഹൃദയ വായ്പ, സ്നേഹം നമ്മളെ കാണുമ്പോൾ അവരുടെ കണ്ണുകളിൽ തെളിയുന്നുണ്ട്. കണ്ണുകൾ അങ്ങനെ ഒരു പൂത്തിരി പോലെ വിടർന്നു വരുന്നുണ്ട്. അപ്പൊ നമ്മളോട് സ്നേഹമുണ്ട്, മലയാളത്തോട് സ്നേഹമുണ്ട്, 24 സ്നേഹമുണ്ട്. ആ സ്നേഹം മുഴുവൻ ഇങ്ങനെ ഒഴുകി ഒരു ഇതൊക്കെ എങ്ങനെ താങ്ങും ആഷ്മി? വല്ലാത്ത അവസ്ഥയാ. മധു കൊട്ടാരക്കര എപ്പോഴാണ് ഇദ്ദേഹത്തെ കയറ്റി വിടുന്നത്? ഇനി ഒരുപാട് ദിവസം അവിടെ നിർത്തി കഴിഞ്ഞാലേ അവിടെയുള്ള പുളിശ്ശേരി മൊത്തം പുള്ളി കുടിച്ചു തീർക്കും. കഴിഞ്ഞ പ്രാവശ്യം ജെയിംസ് സാർ വന്നപ്പം നോക്കത്താ ദൂരത്ത് നദിയാമൊയ്ത് വെച്ച റേവാൻ ഗ്ലാസ് എസ്കേൻ ഓർമ്മയുണ്ടല്ലോ. ആ ഒരു കണ്ണാടി ഫിലഡൽഫിയയിൽ പോണം. കറക്റ്റ്. അപ്പൊ ആ കണ്ണാടി വാങ്ങിക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് ഹാഷ്മി ഇവിടെ എത്തിയത്. ഹാഷ്മിക്ക് വലിയ സ്വീകരണം തന്നെയുമല്ല, ഹാഷ്മി വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു ചോദ്യം വന്നത്, താങ്കൾക്ക് മുതലാളിയുടെ മുകളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകാറുണ്ടോ വാർത്ത അവതരിപ്പിക്കുമ്പോൾ? അതൊക്കെ ഹാഷ്മി അതിവിദഗ്ധമായിട്ട് മറുപടി പറഞ്ഞു. അതൊന്ന് കേൾക്കട്ടെ, നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. യാതൊരുവിധ നയതന്ത്രം ഉണ്ടായിരുന്നില്ല. ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞു. അങ്ങനെ യാതൊരു ഏതെങ്കിലും സമ്മർദ്ദം ഉണ്ടാവാറില്ല. എന്ത് പറഞ്ഞാലും പാവം ഒന്നും മിണ്ടാറില്ല. പറഞ്ഞിട്ടില്ല. പാവന്റെ മുതലാളി. മുതലാളിമാർക്ക് നടക്കടാ പാവം എന്ന് പറഞ്ഞു കഴിയുന്ന. ഓക്കെ. അപ്പൊ മധു, പൊതുവേ ഈ നമ്മുടെ ആളുകൾ, മാധ്യമപ്രവർത്തകരായ പല ആൾക്കാരും ജോണി ലൂക്കസിനെ പോലെ പലരും ഇവിടെ എത്തിയല്ലോ. അപ്പോ അവർക്കൊക്കെ നല്ല അനുഭവമായി ഞാൻ വിശ്വസിക്കുന്നു. എസ്കേനും ജോണി ലൂക്കോസും ജോൺ ബുട്ടാസുമായിരുന്നല്ലോ ആദ്യ സമ്മേളനങ്ങളിൽ വന്ന് ഒരു ചരിത്ര സംഭവമായിട്ട് മാറിയത്. അത് കഴിഞ്ഞ് പിന്നെ എസ്കേൻ പിന്നെ ഇടയ്ക്കൊന്ന് വന്നു പോയി. ജോൺ ബർട്ടാസ് പിന്നെയും തുടർന്നു. ജോണി ലൂക്കോസ് ഈ വണ്ടിയിൽ അങ്ങ് തുടരുകയാണ്. ഈ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഞങ്ങളോടൊപ്പമുള്ള സഞ്ചാരം തുടങ്ങിയിട്ട് ഇപ്പൊ ഏതാണ്ട് 15 വർഷത്തിൽ കൂടുതലായി എസ്കേൻ. ഓക്കെ, എന്തായാലും ആഷ്മി തകർത്തോളൂ, പൊളിച്ചോളൂ. വീണ്ടും ന്യൂജേഴ്സിയിലേക്ക് മടങ്ങി പോകണം. കൂർക്ക അവിടെ കാത്തിരിക്കുന്നു മധുവിന്റെ വീട്ടിൽ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. താങ്ക് യു ആഷ്മി താജ് ഇബ്രാഹിം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.